Hello, welcome to Ed-Gaadi. Free body ഡയഗ്രത്തിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ നോക്കി. അതിനെ ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു ലെവൽ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നെക്സ്റ്റ് ഡീൽ ചെയ്യാനുള്ളത്. സോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 2 cylinders P and Q rest in a channel as shown in figure. The cylinder Q has a diameter of 100 mm and weighs 200 Newton, whereas cylinder P has a diameter of 180 mm and weighs 500 Newton. Determine the reactions at all the 4 points of contact. So, question figure തന്നിട്ടുണ്ട് 200 Newton weighing Q and P weighs 500 Newton. Diameter of each of these balls is given. കൂടാതെ 4 കോണ്ടാക്ട് പോയിന്റ്സ് വരുന്നെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ കോണ്ടാക്ട് പോയിന്റ്സിന്റെ നമ്പറിങ്ങും തന്നിട്ടുണ്ട്. ഈ ഒരു ബോക്സിന്റെ ഒരു സൈഡ് ഇൻക്ലൈൻഡ് സർഫസ് ആണ്. ദാറ്റ് ഇൻക്ലിനേഷൻ ഈസ് ഗിവൺ as 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. ബാക്കി നമുക്ക് എന്ത് ചെയ്യണം? ഡിറ്റർമിൻ ദ റിയാക്ഷൻസ് അറ്റ് ഓൾ ദ 4 കോണ്ടാക്ട് പോയിന്റ്സ്. ഈ 4 തന്നിരിക്കുന്ന കോണ്ടാക്ട് പോയിന്റ്സിലുള്ള റിയാക്ഷൻ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഈ ഫിഗറിൽ നിന്നും നമുക്ക് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനുണ്ട്. തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ നിന്നും അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു കോണ്ടാക്ട് സർഫസ് ഇൻക്ലൈൻഡ് ആണ്, പിന്നെ 2 സർഫസ് അല്ലെങ്കിൽ 2 ബോളുകളും ഡിഫറെന്റ് ഡയമീറ്റേഴ്സും ആണ്. അപ്പം ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം, എങ്ങനെ വരുമെന്ന് നോക്കണം. സോ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പ് ഇതില് നമുക്ക് പോയിന്റ് പിയും ക്യൂവും, കാരണം നമുക്കിവിടെ പോയിന്റ് 2 എന്ന് പറയുന്ന ഒരു കോണ്ടാക്ട് പോയിന്റ് ഉണ്ട്. ഈ കോണ്ടാക്ട് പോയിന്റ് 2ൽ കൂടെ നമുക്ക് എന്തുണ്ടാവും? റിയാക്ഷൻ ഫോഴ്സസ് ടുവേർഡ്സ് പോയിന്റ് അല്ലെങ്കിൽ സെന്റർ ഓഫ് ഓബ്ജക്ട് പിയും റിയാക്ഷൻ ഫോഴ്സസ് ടുവേർഡ്സ് പോയിന്റ് ക്യൂവും ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഡീൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ റെസൊല്യൂഷനൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ എന്ത് വേണം? ഈ പിയും ക്യൂവും ജോയിൻ ചെയ്ത് വരുന്ന ട്രയാങ്കിളിന്റെ ആംഗിൾ വാല്യൂ നമുക്ക് ആദ്യമേ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഫിഗറിന് തന്നെ ആ ഒരു ആംഗിൾ വാല്യൂ ഐഡന്റിഫൈ ചെയ്ത് എടുക്കാൻ വേണ്ടി തൊട്ട് മുമ്പത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തില് ഡയമീറ്റേഴ്സ് സെയിം ആയിരുന്നു, വലിയൊരു ഇഷ്യൂ വന്നില്ല. ബട്ട് ഇവിടെ ഡയമീറ്റേഴ്സ് ഡിഫറെന്റ് ആണ്. സോ ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് ചെയ്ത് ആംഗിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനുണ്ട്. ഓക്കെ, സോ ഈ ഫിഗറിൽ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രയാങ്കിൾ. ഓക്കെ, സോ പിയും ക്യൂവും ജോയിൻ ചെയ്ത് വരുന്ന ട്രയാങ്കിളും ഈ ഒരു ആംഗിൾ തീറ്റയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. കോസ് തീറ്റ ഞാനിപ്പം ഈ ഒരു ഫിഗറിൽ നിന്നും ഞാൻ ഒരു റിലേഷൻ ഞാനിപ്പോൾ എഴുതുവാണ്. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു, ലെറ്റ് ദിസ് പോയിന്റ് ബി യെസ്. ഓക്കെ, സോ പി എസ് ബൈ പി ക്യു ആണ് കോസ് തീറ്റ. പി എസ് ബൈ പി ക്യു എന്നുള്ള റിലേഷൻ കിട്ടിയാൽ നമുക്ക് അതിൽ നിന്നും തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ പി എസിന്റെ വാല്യൂ അറിയില്ല, ബട്ട് നമുക്ക് പി ക്യുവിന്റെ വാല്യൂ പറയാമല്ലോ. കാരണം ഈ 2 സിലിണ്ടേഴ്സിന്റെയും റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഈ ഒരു റേഡിയസ് പ്ലസ് അടുത്ത ബോളിന്റെ റേഡിയസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പി ക്യു കിട്ടും. സോ ആ റേഡിയസ് വാല്യൂസ് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിരിക്കുന്നത്? ക്യൂവിന്റെ ഡയമീറ്റർ 100 mm ആൻഡ് P എന്ന് പറയുന്ന ബോളിന്റെ ഡയമീറ്റർ 180 mm. Okay, so this dimension will be 50 mm and this dimension will be 90 mm. കൺഫ്യൂഷൻ ഇല്ലല്ലോ. സോ പി ക്യൂവിന്റെ വാല്യൂ നമ്മൾ 90 പ്ലസ് 50 എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. സോ 140 എന്ന് കിട്ടി. ബട്ട് നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് പി എസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഈ ഫിഗറിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ പി എസ് ഡിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, സോ ഈ പി എസിനെ ഞാൻ താഴോട്ടേക്ക് പ്രൊജക്ട് ചെയ്തു. സോ ഒരു ഫിഗർ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം ഇതുപോലെ ബോളുകളുടെ പ്രോബ്ലംസ് പല രീതിയിൽ മാറി മാറി ചോദിക്കും. എല്ലാത്തിലും വരുന്ന കൺഫ്യൂഷൻ പാർട്ട് എന്ന് പറയുന്നത് തീറ്റ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. തീറ്റ വൺസ് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? റെസൊല്യൂഷൻ ചെയ്ത് ആൻസേഴ്സ് കണ്ടുപിടിക്കാന്നേ ഉള്ളൂ. ഈ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെ ട്രയാങ്കിൾ സോൾവ് ചെയ്തെടുക്കുന്നതിലാണ് നമ്മളുടെ ആൻസേഴ്സിലോട്ട് നമ്മൾ പെട്ടെന്ന് എത്തുന്ന ഒരു സ്റ്റെപ്പ് ഇരിക്കുന്നത്. സോ ഈ പി എസ് എന്നതിനെ ഞാൻ താഴോട്ടേക്ക് ബിയും സിയും എന്ന് പറയുന്ന 2 ടേംസിലോട്ട് പ്രൊജക്ട് ചെയ്യുവാണ്. So let these points be
ബി ആൻഡ് സി. സോ ഇവിടെ കുറെ 1, 2, 3, 4 ABC, PQRS എന്നൊക്കെ പറയുന്ന കുറെ ലെറ്റേഴ്സ് വരുന്നുണ്ട്. ഇതെല്ലാം ലെജിബിൾ ആയിട്ട് എഴുതാൻ തന്നെ ശ്രമിക്കുക. സോ ഈ BC ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാലും എനിക്ക് PS-ന് ഇക്വലന്റ് ആയിട്ട് എടുക്കാം. ഞാൻ ഈ പോയിന്റ്സിനെ ABCD എന്നിടുവാണ്. BC will be AD minus AB plus CD. Okay? So BC will be AD minus AB plus CD. BC ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല. ഓക്കെ, കണ്ടുപിടിക്കണം. AD എന്ന് പറയുന്നത് എത്രയാണ്? 180 mm മൈനസ് AB എത്രയാ? അറിയില്ല. CD എത്രയാണ്? ഈ ഫിഗർ നോക്കിയേ. CDക്ക് ഇക്വലന്റ് ആയിട്ട് ഇവിടെയുള്ള ഡയമെൻഷൻ എന്താണ്? റേഡിയസ് ഓഫ് ബോൾ ക്യൂ. സോ റേഡിയസ് 50 mm ആണ്, കാരണം ഡയമീറ്റർ 100 mm ആണെങ്കിൽ റേഡിയസ് 50. സോ ABയുടെ വാല്യൂ ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ദാറ്റ് സെൽഫ്. ദെൻ CDയുടെ വാല്യൂ നമ്മൾ 50 എന്ന് ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ നമുക്ക് AB കണ്ടുപിടിക്കാനുള്ള എന്ത് മെത്തേഡ് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിക്കേ. ഇതിൽ നിന്ന് നമുക്ക് ABയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? സോ നമുക്കിവിടെ തന്നിരിക്കുന്ന ഒരു സ്ലോപ്പ് 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി അപ്പം ബാക്കി ഇത്രയും ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി. ഓക്കെ, സോ ഈ തന്നിരിക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ബാക്കിയുള്ള ഇത്രയും ആംഗിൾ 120 ഡിഗ്രി. പോയിന്റ് 3യിൽ നിന്നും ഞാൻ ഈ പോയിന്റ് Pയിലോട്ട്, സെന്റർ പോയിന്റിലോട്ട് ഒരു ലൈൻ ജോയിൻ ചെയ്തു. ഓക്കെ, ഈ Pന്ന് പോയിന്റ് 4ലോട്ടും ഒരു പോയിന്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മുടെ കോണ്ടാക്ട് പോയിന്റ്സ് ആണ്. ഓക്കെ, ഈ രണ്ട് കോണ്ടാക്ട് പോയിന്റ്സും രണ്ടിൻ്റെയും ഈ ഡയമെൻഷൻസ് സെയിം ആണ്. ഈ രണ്ട് ഡയമെൻഷൻസും സെയിം ആണ്. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഞാനൊരു ലൈൻ ജോയിൻ ചെയ്ത് എയിലോട്ട് ജോയിൻ ചെയ്താൽ ദിസ് ലൈൻ AP വിൽ ബി ബൈസെക്ടർ ഓഫ് ദീസ് ടു ആംഗിൾസ്. ഓക്കെ, സോ ഒന്നും കൂടെ പറയാം. പോയിന്റ് Pയിൽ നിന്നും കോണ്ടാക്ട് പോയിന്റ് 3ലോട്ടും കോണ്ടാക്ട് പോയിന്റ് 4ലോട്ടും രണ്ട് ലൈൻസിനെ ജോയിൻ ചെയ്ത് വെച്ചു. അല്ലെങ്കിൽ പോയിന്റ് 4 എന്ന് പറയുന്നത് B തന്നെയാണ്. ഓക്കെ, സോ ആ രണ്ട് ലൈൻസിന്റെയും ഡയമെൻഷൻസ് സെയിം ആണ്. ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി വന്നാൽ ബാക്കി ടോട്ടൽ 120 ഡിഗ്രി ആണ്. ഈ രണ്ട് ഡയമെൻഷൻസും സെയിം ആയതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു ലൈനിനെ നമുക്ക് ബൈസെക്ടർ ഓഫ് ദീസ് ടു പോർഷൻസ് എന്ന് പറയാം. സോ അങ്ങനെയാണെങ്കിൽ ദീസ് ആംഗിൾ ഈച്ച് വിൽ ബി ഈക്വൽ ടു 60 ഡിഗ്രി. ദെൻ ഫിഗറിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും ഇത് നമ്മൾ വരച്ചിരിക്കുന്നത് പെർപെൻഡിക്കുലർ ലൈൻസ് ആണ്. ഈ രണ്ട് കോണ്ടാക്ട് സർഫസിനെയും പെർപെൻഡിക്കുലേഴ്സ് ആണ് വരച്ചിരിക്കുന്നത്. സോ ആ ആംഗിൾ 90 ഡിഗ്രി. ഈ ഒരു ചെറിയ ഫിഗർ മാത്രം ഞാനൊന്ന് മനസ്സിലാകാൻ വേണ്ടി മാറ്റി വരയ്ക്കുകയാണ്. ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി, ദിസ് ഈസ് ഈക്വൽ ടു 60. ബാക്കി ഈ ഒരു ആംഗിൾ വാല്യൂ എത്രയാണ്? 30. സോ ദിസ് ആംഗിൾ വിൽ ബി 30. സിമിലർലി ദിസ് വിൽ ഓൾസോ ബി ഈക്വൽ ടു 30 ഡിഗ്രി. ക്ലിയർ? സോ ഈ ഒരു ട്രയാങ്കിളിൽ ആ വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ട്രയാങ്കിൾ കൂടെ ഒന്ന് മാറ്റി വരയ്ക്കുവാണ്. So this angle is 30, this is 60, ഇവിടെ 90. PB എന്ന് പറയുന്ന ഡയമെൻഷൻ എത്രയാണ്? റേഡിയസ് ഓഫ് ദിസ് ബോൾ അല്ലേ? റേഡിയസ് ഓഫ് ദ ബോൾ മീൻസ് 90 mm, കാരണം 180 mm ഡയമീറ്റർ തന്നിട്ടുണ്ട്, റേഡിയസ് 90 mm. സോ ഈ ഡയമെൻഷൻ 90 കിട്ടി. സോ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് എയും ബിയും, ഈ ഒരു ഇൻക്ലൈൻഡ് സൈഡ് AP നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഈ ഒരു വാല്യൂ PB 90 എന്ന് കിട്ടി. സോ AP എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, സോ ഫ്രം ദിസ് ട്രയാങ്കിൾ നമുക്ക് tan 30 എന്ന് പറയുന്ന ഒരു വാല്യൂ എടുക്കുവാണ്. tan 30 വിൽ ബി ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സോ AB ഡിവൈഡഡ് ബൈ AP എന്ന് നമുക്ക് എഴുതാം, ആണല്ലോ. സോ tan 30 is equal to AB by AP. So AB by BP, sorry, AB by BP, ഈ ഒരു ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? PB will be equal to AB by tan 30, or ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ABയുടെ ആൻസർ കണ്ടുപിടിക്കാം. or AB can be rewritten as PB tan 30. ഓക്കെ, സോ PBയുടെ ആൻസർ നമുക്കറിയാം. റേഡിയസ് ഓഫ് ദി സർക്കിൾ 90 mm. tan 30യുടെ ആൻസർ ഇടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? AB എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. സോ ഫിഗറിൽ നിന്നും AB കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. നമ്മളിവിടെ CD യും നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു.
സോ നമ്മുടെ ഈ ഒരു ഫോർമുലയിൽ അൺനോൺ ആയിട്ടുണ്ടായിരുന്ന എ ബി നമ്മളിപ്പം വാല്യൂ കിട്ടി. സോ 180 മൈനസ് എ ബിയുടെ ആൻസർ നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും 51.962 പ്ലസ് 50. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബി സിയുടെ ആൻസർ കിട്ടി. സോ ബി സിയുടെ ആൻസർ ഫൈനലി വരുന്നത് 78.038 mm. ഓക്കെ, സോ ഫിഗറിൽ നമുക്ക് ബി സി കിട്ടി. ബി സി ഇക്വലന്റ് എന്താണ്? പി എസ്. പി എസും അറിയാം, ഈ ഒരു പി ക്യു വാല്യൂ അറിയാം. സോ നമ്മുടെ ട്രയാങ്കിളിൽ നോക്കി പി എസിന് പകരം ബി സിയുടെ വാല്യൂ കിട്ടി. സോ ഞാൻ അവിടെ ഒന്നും കൂടി എഴുതുവാണ്, ബി സി ഡിവൈഡഡ് ബൈ പി ക്യു. ബി സിയുടെ ആൻസർ 78.038. പി ക്യുവിന്റെ ആൻസർ എത്രയാണ്? രണ്ടിന്റെയും റേഡിയസിന്റെ സം. സോ 90 പ്ലസ് 50 140. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? നമുക്ക് തീറ്റയുടെ ആൻസർ കിട്ടും. ഓക്കെ, സോ ദ തീറ്റ വാല്യൂ വിൽ ബി 56 ഡിഗ്രി. സോ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും തീറ്റ ഈസ് ഇക്വൽ ടു 56.15 ഡിഗ്രി ഓർ 56 ഡിഗ്രി 15 മിനിറ്റ്സ് എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. ഓക്കെ, സോ തീറ്റ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഓരോന്നിന്റെയും ഫ്രീ ബോഡി ഡയഗ്രാം സെപ്പറേറ്റ് വരയ്ക്കണം. സോ നമുക്ക് ആദ്യം ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബോൾ പി എങ്ങനെയാ വരയ്ക്കുന്നത് നോക്കാം. സോ പോയിന്റ് പി, self weight acting through the center in the downward direction. Weight is given as 500 Newton. Then downward reaction, downward അതായത് പോയിന്റ് ഓഫ് കോണ്ടാക്ട് 4ൽ നിന്നും ഒരു അപ്വേർഡ് റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ആ റിയാക്ഷൻ ഇവിടെ തന്നെ ഞാനിപ്പോൾ തൽക്കാലം മാർക്ക് ചെയ്യുവാണ്. റിയാക്ഷൻ അറ്റ് പോയിന്റ് 4 എന്ന് കിടക്കട്ടെ. ദെൻ ഇവിടെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. സോ ലെറ്റ് ദാറ്റ് ബി റിയാക്ഷൻ അറ്റ് പോയിന്റ് 3. ഇനി എവിടെ കോണ്ടാക്ട് സർഫസ് വേറെ എവിടെയും കൂടെ വരുന്നുണ്ട്? പോയിന്റ് 2. സോ പോയിന്റ് 2ൽ റിയാക്ഷൻ ഫ്രം പോയിന്റ് 2. ഇനി ഇവിടെ വേറെ ഏതെങ്കിലും ഫോഴ്സ് എടുക്കാനുണ്ടോ? പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലെല്ലാം നമ്മൾ റിയാക്ഷൻ ഫോഴ്സ് അനലൈസ് ചെയ്തു. ദെൻ ഒരു സെൽഫ് വെയിറ്റ് ഉണ്ട്. സോ ദിസ് ഈസ് ഫ്രീ ബോഡി ഡയഗ്രാം ഫോർ ബോൾ പി. സിമിലർലി ഫ്രീ ബോഡി ഡയഗ്രാം ഫോർ ബോൾ ക്യൂ. അത് കുറച്ച് സ്മോളർ സൈസ് ഉള്ള ബോൾ ആണ്. സോ സെൽഫ് വെയിറ്റ് ഓഫ് ദാറ്റ് ബോൾ ഈസ് 200 ന്യൂട്ടൺ. വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്വേർഡ് ഡയറക്ഷനിലോട്ട് പിന്നെ ഇവിടെ കോണ്ടാക്ട് പോയിന്റ് ഏതാണ് വരുന്നത്? 1 എന്ന് പറയുന്ന ഒരു കോണ്ടാക്ട് പോയിന്റും 2 എന്ന് പറയുന്ന കോണ്ടാക്ട് പോയിന്റും. ഇവിടെ രണ്ടും നമുക്ക് റിയാക്ഷൻ ഫോഴ്സസ് വരയ്ക്കണം. സോ 1 എന്ന് പറയുന്ന കോണ്ടാക്ട് പോയിന്റിലുള്ള റിയാക്ഷൻ ഫോഴ്സ് R1 എന്ന് നോട്ട് ചെയ്യുന്നു. R2 എന്ന റിയാക്ഷൻ ഫോഴ്സ് R2 എന്ന ഡയറക്ഷനിലും നോട്ട് ചെയ്തു. ഓക്കെ, സോ R2ന്റെ ഇൻക്ലിനേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അതിവിടെ എല്ലാം നമുക്ക് ആപ്ലിക്കബിൾ ആണ്. ദെൻ നമ്മൾ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും സോൾവ് ചെയ്തെടുക്കണം. ഓക്കെ, സോ നമ്മൾ രണ്ട് ബോളിന്റെയും ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. ഇനി നമുക്ക് ഏത് ബോളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം? ഏത് ബോളിലാണോ അൺനോൺ ഫോഴ്സസിന്റെ നമ്പർ കുറഞ്ഞിരിക്കുന്നത്. ഇവിടെ R3, R4, R2 മൂന്ന് അൺനോൺ ഫോഴ്സ് ഉണ്ട് ബോൾ ക്യൂയിൽ. ദിസ് ഇസ് ബോൾ ക്യൂ. സോ ദിസ് ഇസ് ഫ്രീ ബോഡി ഡയഗ്രാം ഫോർ ബോൾ ക്യൂ ആൻഡ് ദിസ് ഇസ് ഫോർ ബോൾ പി. സോ ബോൾ ക്യൂവിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം നോക്കുമ്പോൾ രണ്ട് അൺനോൺ ഫോഴ്സേ ഉള്ളൂ. അപ്പൊ നമുക്ക് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ എപ്പോഴും നല്ലത് ഏതാ? ലെസ് നമ്പർ ഓഫ് അൺനോൺ ഉള്ള കേസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സോ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചതിൽ നിന്ന് നമ്മൾ സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും റീറൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എഴുതാൻ പോവാണ്. സോ ഈ ഒരു ഫോഴ്സിനെ ഞാൻ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റത്തിലോട്ട് മാറ്റി വരയ്ക്കുവാണ്. ഫോഴ്സ് R1 ഇൻ ദ ലെഫ്റ്റ് ഡയറക്ഷൻ, R2 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇതുപോലെ ഇൻക്ലൈൻഡ് ആണ്. ഈ ഇൻക്ലൈൻഡ് ഫോഴ്സിന്റെ ആംഗിൾ വാല്യൂ 56.15 ഡിഗ്രി എന്ന് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. ഡൗൺവേർഡ് ഡയറക്ഷനിൽ 200 ന്യൂട്ടൺ. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? സിഗ്മ എഫ് എക്സിന്റെ വാല്യൂ. സോ R2 cos 50 റൈറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് പ്ലസ് സൈൻ R2 cos 56 ഡിഗ്രി 15 മിനിറ്റ്. ദെൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അതായത് R1 എന്ന് പറയുന്ന ഫോഴ്സ് ലെഫ്റ്റ് ഡയറക്ഷനിലോട്ട് ആയതുകൊണ്ട് മൈനസ് സൈൻ. സോ മൈനസ് R1. ഇനി ഹൊറിസോണ്ടൽ ഫോഴ്സ് കൺസിഡർ ചെയ്യാനില്ല, കാരണം ആകെ ഒരു വെർട്ടിക്കൽ ഫോഴ്സേ ഉള്ളൂ. അതിന് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇല്ല. സോ ദാറ്റ് ഈസ് ഇക്വേറ്റഡ് ടു 0. ദെൻ സിഗ്മ എഫ് വൈ 56 ഡിഗ്രി ഇൻക്ലിനേഷനിൽ R2 ഫോഴ്സിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് കോസ് ആണ്, വെർട്ടിക്കൽ കമ്പോണന്റ് സൈൻ. സോ അപ്പ് പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് തന്നെ വാല്യൂ ഇടുക, അല്ലെങ്കിൽ സൈൻ ഇടുക. R2 സൈൻ 56 ഡിഗ്രി 15 മിനിറ്റ്. ദെൻ
R1 എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്, വെർട്ടിക്കൽ കമ്പോണന്റ് ഇല്ല. ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് 200 ന്യൂട്ടൺ. സോ ഡൗൺ ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസ് ഇൻടു 200 ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം R2വിന്റെ ആൻസർ കിട്ടുമല്ലോ. സോ വാട്ട്സ് ദ ആൻസർ ഫോർ R2? സോ കാൽക്കുലേഷൻ ചെയ്യുമ്പം R2വിന്റെ വാല്യൂ 240.819 എന്ന ആൻസർ കിട്ടും. 240.819 ന്യൂട്ടൺ. R2വിന്റെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം R1ന്റെ ആൻസർ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, സോ R1 വിൽ ബി 134.136 ന്യൂട്ടൺ. ഓക്കെ, സോ ബോൾ ക്യൂ സോൾവ് ചെയ്ത് R1 R2 എന്ന് പറയുന്ന രണ്ട് ആൻസേഴ്സ് കിട്ടി. ഇനി ഈ ബോളിലോട്ട് നോക്കി, ഇവിടെ നമുക്ക് 3 അൺനോൺ ഉള്ളതിൽ R2വിന്റെ വാല്യൂ നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി 2 അൺനോൺസ് R3 ആൻഡ് R4ന് വേണ്ടി സോൾവ് ചെയ്താൽ മതി. സോ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ബോൾ P അതിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ്. എഗെയിൻ നമുക്ക് ഫിഗർ എന്ത് ചെയ്യണം? കൺകറന്റ് ഫോഴ്സ് സിസ്റ്റത്തിലോട്ട് മാറ്റി വരയ്ക്കുക. ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് 500 ന്യൂട്ടൺ, ദെൻ upward ഡയറക്ഷനിലോട്ട് ഫോഴ്സ് R4, റിയാക്ഷൻ R4, then inclined force R3. So towards the center ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ away from the object നമ്മൾ മാറ്റി വരച്ചു, അതുകൊണ്ട് R3 ഇങ്ങനെ, then R2 ഈ ഒരു ഡയറക്ഷനിൽ. സോ R2ന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ ഫോഴ്സസ്. ദെൻ ആ ഫിഗർ നിങ്ങൾ കോണ്ടാക്ട് സർഫസ് R3 എന്ന് പറയുന്ന പോർഷനിൽ നിങ്ങൾക്ക് ആ ഫിഗറിൽ ഓർമ്മയുണ്ടാവും, ഇതുപോലൊരു ബോൾ റെസ്റ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ് പോയിന്റ് 3 എന്ന് പറയുന്നത്. സോ ഈ R3യുടെ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ എത്രയാണെന്ന് നോക്കിയേക്കണം. ഇവിടെ നമുക്ക് ഇൻക്ലിനേഷൻ 60 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇല്ലേ? ഈ ഒരു ഇൻക്ലിനേഷൻ വാല്യൂ 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. സോ R3യുടെ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ എത്രയായിരിക്കും? അപ്പം 30 ഡിഗ്രി. എങ്ങനെ 30 ഡിഗ്രി എന്ന് കിട്ടി? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റിയാക്ഷൻ ഫോഴ്സ് എപ്പോഴും പെർപെൻഡിക്കുലർ ടു കോണ്ടാക്ട് സർഫസ് ആയിരിക്കും. സോ ദിസ് വിൽ ബി 90 ഡിഗ്രി. സോ ദിസ് ആംഗിൾ ബിക്കംസ് 30. സോ ആ 30 ഡിഗ്രി ഇൻക്ലിനേഷനിലായിരിക്കും R3 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ R2 ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മളിവിടെ മാർക്ക് ചെയ്ത് എഴുതി. ഇനി എന്ത് ചെയ്യണം? സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും. സിഗ്മ എഫ് എക്സ് ഒന്ന് ട്രൈ ചെയ്തേ. സോ R3 കോസ് 30, ദെൻ വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് R2, അത് നെഗറ്റീവ് സൈഡിലോട്ട്, അതായത് മൈനസ് എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിലോട്ട് ആയതുകൊണ്ട് മൈനസ് സൈൻ, ദെൻ R2ന്റെ സൈൻ 50, നമുക്ക് ആംഗിൾ വാല്യൂ കിട്ടിയത് 56 ഡിഗ്രി, 56.15 ഡിഗ്രി. സോ R2 കോസ് 56 ഡിഗ്രി 15 മിനിറ്റ്സ് ഓർ 56.15 ഡിഗ്രി. ഇനി വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നും ഇല്ല. സോ ദിസ് ഈസ് ഇക്വേറ്റഡ് ടു 0. സിമിലർലി സിഗ്മ എഫ് വൈയുടെ വാല്യൂ എഴുതുവാണ്. സോ R3 സൈൻ 30 പ്ലസ് R4, ദെൻ R2 എന്ന് പറയുന്നതിൻ്റെ സൈൻ കമ്പോണൻറ്റ്, ബട്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് ആയതുകൊണ്ട് മൈനസ് R2 സൈൻ 56 ഡിഗ്രി 56.15 ഡിഗ്രി മൈനസ് 500. ഇത്രയും ഇക്വേറ്റഡ് ടു 0. സോ ഇതിൽ നിന്നും R2ന്റെ വാല്യൂ നമുക്ക് നേരത്തെ അറിയാം. R2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R3യുടെ ആൻസർ കിട്ടും. R3യുടെ വാല്യൂവും കിട്ടി. നെക്സ്റ്റ് ഇക്വേഷനിൽ R3 R2 നോൺ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R4ന്റെ ആൻസർ കിട്ടും. സോ ഫൈനലി ദ ആൻസേഴ്സ് ഫോർ R2 ആൻഡ് R4 വിൽ ബി, സോ R4ന്റെ ആൻസർ നിങ്ങൾ ചെയ്തു നോക്കുക, 622.553 ന്യൂട്ടൺ. സിമിലർലി R3യുടെ ആൻസർ 154.893 ന്യൂട്ടൺ. സോ R1, R2, R3, R4 എന്ന് പറയുന്ന 4 വാല്യൂസ് നമ്മളിവിടെ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ റിയാക്ഷൻ അറ്റ് കോൺടാക്ട് പോയിന്റ്സ് 1, 2, 3, 4 എന്ന് പറയുന്ന ആൻസേഴ്സ് ഇത്രയും കിട്ടി. ഓക്കെ, സോ ഫ്രീ ബോഡി ഡയഗ്രാം യൂസ് ചെയ്തിട്ട് മെത്തേഡ് സെയിം ആണ്, ബട്ട് ഇതിൽ നിന്നും ആംഗിൾസ് ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നതിലാണ് നമുക്കൊരു ചെറിയ ഡിഫിക്കൽട്ടി വരാൻ ചാൻസ് ഉള്ളത്. സോ അത് പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ആക്കിക്കൊള്ളുക.